അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണീച്ച് ബ്രഷൊക്കെ ചെയ്ത് ഞാനിപ്പോൾ ദോശ ചൂടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ദോശ ചൂടാം. അപ്പോൾ അതാ ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ച് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ചായ റെഡി ആയിട്ടുണ്ട്. ചായയും ദോശയും പിന്നെ അതേപോലെ നമ്മളെ ചട്നി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ പണിക്ക് പോയി. ഞാൻ അടിച്ചു വാരി തുടക്കാൻ പോവാണ്. പിന്നെ ഇന്ന് വന്നിട്ട് വീട്ടിൽ ഉമ്മയില്ല, ഉപ്പയില്ല. ഉമ്മ ഇപ്പം ഇവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റക്കാണ്, അലോൺ അതാണ്. അപ്പോൾ നമുക്കിന്ന് എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോൾ ഇതുണ്ടോ, ഞാൻ ദോശ ചുട്ട് ഒക്കെ റെഡിയാക്കിയപ്പോഴത്തേനും ഇത്ര പാത്രങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ക്ലീനൊക്കെ ചെയ്ത് വന്നു കേട്ടോ. ഇപ്പം എന്തായാലും ഒരില്ല. അപ്പം നമുക്ക് ചോറും പിന്നെ കറി ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാനിതാ നമ്മൾ ഇറച്ചിയിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി ചോറുണ്ടാക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു വെള്ള ബിരിയാണിയല്ല, നെയ്ച്ചോറുമല്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കുകയാണ്. ഞാൻ കുക്കറൊക്കെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കറി റെഡിയാവുന്നുണ്ട്. അങ്ങനെ ഇതാ ചോറും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കിയിരുന്നു. അതേപോലെ നമ്മൾ പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് ഞാൻ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പിമ്മയും. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എക്സിബിഷൻ പോലെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ അത് കാണാൻ പോയി ഞങ്ങൾ. അവിടെ പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടത് തന്നെയാണ്, ചിലത് കാണാത്തതും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഫ്രൂട്ട്സായിട്ടും പിന്നെ വെജിറ്റബിൾസ് ആയിട്ടും ഇഞ്ചിൻ്റെ പല വക, അതേമാതിരി നമ്മൾ കാണാത്ത കുറേ സാധനങ്ങൾ. പിന്നെ നമ്മളെ പാമ്പിനൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു. പകലിനായി മഴയാകാം, കുളിരായി പീലി വിടരാം, ഈ പൂഞ്ചെരുവിൽ തണലേകിടുമോ നിനവേ നിനവേ.
അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഡാൻസും പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ. രാത്രിത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.